ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇരുചക്ര വാഹനങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതും പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ചിലരൊക്കെ ഫാമിലി ആയിട്ട് ചെറിയ ചെറിയ പൈതമക്കളെ വെച്ചിട്ട് പോലും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതും നട്ടുച്ച പൊരി വെയിലത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഈ ഒരു ജില്ലക്കാർക്ക് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു യൂസ് കാർ ഷോറൂം ഈ ഒരു പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് എ മോട്ടോഴ്സ്. എ മോട്ടോഴ്സ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഒരു കിഡിലെ ഷോറൂം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ കാണിക്കമാത ജംഗ്ഷനിൽ നമ്മുടെ ഭാരത് പെട്രോളത്തിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഈ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അധികം ആരും അറിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ കൂടി ഈ ഒരു ഷോറൂം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നല്ല നല്ല യൂസർ കാറുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മടിയും പേടിയും വിചാരിക്കാതെ വരാൻ പറ്റുന്ന ഒരു കിഡിലെ ഷോറൂമിലാണ് ഇന്ന് ഞാനുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒട്ടുമിക്ക വാഹനങ്ങൾക്കും 6 മാസം മുതൽ 5 വർഷം വരെ വാറണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഈ മാരുതി വാഹനങ്ങൾക്ക് മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും വാറണ്ടി കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് എ മോട്ടോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഒരു പേടിയും പേടിക്കാതെ വരാൻ പറ്റുന്ന ഈ ഷോറൂമിൽ ഈ മാസം ഫെബ്രുവരി മാസം ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളുണ്ട്, എന്തൊക്കെയാണ് നിലവിലെ സ്റ്റോക്ക്, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്ന വില കാര്യങ്ങളെന്നൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ വാഹനങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇനിയും ഇതുപോലുള്ള യൂസ്ഡ് കാർ ഷോറൂമുകൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പാലക്കാട് ജില്ലക്കാർ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പാലക്കാട് ജില്ലയിൽ ഇനിയും ഇതുപോലുള്ള യൂസ്ഡ് കാർ ഷോറൂമുകൾ ഓപ്പൺ ചെയ്യാനും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിക്കുള്ളൂ. ആദ്യമായിട്ട് ഓട്ടോയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് ഏത് ഓൾട്ടോ? 2020 മോഡൽ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടി? 31,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കമ്പനി സർവീസ് ഒക്കെ ഉള്ളതാണ്. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്? ഇതിൽ നമുക്ക് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയല്ലേ? എല്ലാം പക്കയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? 3,60,000 രൂപ. 3,60,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെ ചെയ്യാം. 3 ലക്ഷം വരെ ചെയ്യാം. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി 3 ഫ്രീ സർവീസും ഇല്ലേ? നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. താല്പര്യം കോൺടാക്ട് ചെയ്യും. അടുത്തായിട്ട് ഓൾട്ടോ കേട്ടനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2018 മോഡൽ കേട്ടൻ VXI ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. VXI പെട്രോൾ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. മൈലേജ് കിട്ടുന്നതാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഇത് 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 80,000 കിലോമീറ്റർ. പക്ഷെ വണ്ടി നല്ല കണ്ടീഷനാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷനാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ? ഇത് മെയിൻലി പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. ചെറിയ ഓട്ടോമാറ്റിക് വെക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. പിന്നെ അലോയ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 80% ടയറും കാര്യങ്ങളുണ്ട്. അലോവീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ്. പിന്നെ മെക്കാനിക്കൽ സൈഡ് കണ്ടീഷനാണ്. പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇതിന് ചോദിക്കുന്നത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 1 ലാഖിന്റെ ഉള്ളിൽ. 1 ലാഖിന് ഉള്ളിൽ. ഒരു 60-70 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങിക്കോളാം അല്ലേ? അടുത്തായിട്ട് മാരുതിയുടെ എക്സ്പ്രസോ. ഇതിന്റെ ഡീറ്റെയിൽസ് 2021 മോഡലാണ്. VXI വേരിയന്റ് ആണ്. VXI വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് എത്ര തന്നെ? സെക്കൻഡ് ഓണർ. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇതിന് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ വരെ മൈലേജ് കാര്യങ്ങൾ കിട്ടുമല്ലേ? ഒരു ഓൾട്ടന്റെ മൈലേജ് എന്തായാലും കിട്ടും അല്ലേ? അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? കമ്പനി സർവീസ് ഉള്ളതാണ്. എത്ര കിലോമീറ്റർ ഓടി? 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 44,000 ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 4,15,000 രൂപ. 4,15,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിന് മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചെറിയ മാറ്റങ്ങളുണ്ടാവും. നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. വാറണ്ടിയും കാര്യങ്ങളുണ്ടോ? വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഓൾ ഇന്ത്യ മാരുതി ഏത് സർവീസ് സെന്ററിൽ പോയാൽ നമുക്ക് വാറണ്ടി സർവീസ് ഒക്കെ കിട്ടും. അടുത്തായിട്ട് വാഗനർ. ഇതിന്റെ ഡീറ്റെയിൽസോ? ഇത് 2018 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ. ഇത് 2018 ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ. ഈ ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? കിട്ടും. ഒരു 15-20 ഉള്ളിൽ കിട്ടും. മൈലേജ് കിട്ടും. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ നമുക്ക് VXI ആണ്. VXI ആയതുകൊണ്ടാണ് നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയേഴ്സ് ആണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ് വരുന്നത്. പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്ക് 4,85,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 4,85,000 രൂപ. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ വരുത്തും. പിന്നെ വാറണ്ടി വരുന്നുണ്ട്. 6 മാസത്തെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്. വാഗനർ VXI ഓട്ടോമാറ്റിക്. എല്ലാ ഭാഗവും ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. അടുത്തായിട്ട് വാഗനർ. ഇതിന്റെ ഡീറ്റെയിൽസോ? ഇത് 2021 മോഡൽ VXI.
21 മോഡൽ VX. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 60,000. 60,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടല്ലേ? VX എന്തൊക്കെയാണ്? VX 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് മോഡലിൽ. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ? ടയറൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം 80% ടയർ വരുന്നുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. ഇതിൽ ചോദിക്കുന്ന പ്രൈസ് എത്ര? 540. 540 ചോദിക്കുന്ന പ്രൈസ്. അത് നമുക്ക് ഒരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് എന്ന വണ്ടി ഇറക്കി കൊടുക്കാം. ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2017 മോഡൽ VX. 2017 മോഡൽ VX. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 85. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. VX എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങൾ വരുന്നത്? VX നമുക്ക് ഈ പറഞ്ഞ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗവും നല്ല ടയേഴ്സ് ആണുള്ളത്. പുതിയ ടയേഴ്സ് വിത്ത് അലൈവിലാണോ? വിത്ത് അലൈവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വാങ്ങാനല്ലേ? കണ്ടീഷനാണ്. ഇൻഷുറൻസ് നിലവിൽ എല്ലാം പക്കയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 490. 490 അല്ലേ? നമുക്കൊരു 70 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് എന്ന് വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്തായിട്ട് മാരുതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും തിരയുന്ന ബലേനയുടെ പഴയ ഫേസ് ഇപ്പൊ ഇറങ്ങുന്ന തൊട്ട് മുന്നത്തെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2016 മാനുഫാക്ചറിംഗ്, 17 രജിസ്ട്രേഷൻ വരുന്ന സീറ്റ വേരിയന്റ് ആണ്. സീറ്റ വേരിയന്റ്. സീറ്റയിൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഒരു 52,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 52,000 പെട്രോൾ അല്ലേ? പെട്രോൾ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിൽ നമുക്ക് അലോയ്സ് വരെ വരുന്നുണ്ട്. അതേപോലെ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ്. പുതിയ ടയേഴ്സ് അലോയ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ട്? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? നമുക്ക് 580. 580. നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ഒരു 50,000 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? അടുത്തായിട്ട് വീണ്ടും ബലേന. നമ്മൾ റെഡ്, അതുപോലെ തന്നെ ഗ്രേ, വൈറ്റ്, ബ്ലൂ എല്ലാ കളറും എല്ലാ വേരിയന്റും ഓട്ടോമാറ്റിക് മാനുവലും ഒക്കെ ഉണ്ട്. ബലേന ഏത് വേണമെങ്കിലും പാലക്കാട് പോകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2019 മോഡൽ ഡെൽറ്റ. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിയിടാം? 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഡെൽറ്റയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും ഡെൽറ്റ നമുക്ക് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. ഉൾഭാഗം അതിന്റെ വൃത്തി കാണാനുണ്ട്. പുറമേ നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷനല്ലേ? ടയർ കണ്ടീഷനാണ്. ഇതിന്റെ ഇൻഷുറൻസ് എല്ലാം പക്കയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസോ? ഇത് 665. 665 ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. വാറന്റി കാര്യങ്ങളുണ്ടോ? വാറന്റി നമുക്ക് 6 മാസത്തെ വാറന്റിയും 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 6 മാസത്തെ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. മെക്കാനിക്കൽ സൈഡ് ഇനി നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് നല്ലൊരു വാഹനം ഏകദേശം 65 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തായിട്ട് വീണ്ടും ഒരു വാഗനർ അല്ലേ? ഇവിടെ ഇഷ്ടംപോലെ വാഗനർ ഉണ്ട്. ഓട്ടോമാറ്റിക് മാനുവൽ ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ. ഈ ഒരു വരി മൊത്തം വാഗനറാണ്. എല്ലാം കാണിച്ചു തരുന്നില്ല, കാരണം വീഡിയോ ലെങ്ത്തും കാര്യങ്ങളും കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഗനർ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2019 മോഡൽ 1.2 ഓട്ടോമാറ്റിക് ആണ്. 1200 cc. 1000 1200 വരുന്നുണ്ട്. 1200 cc. VX ആണോ? VX ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 64,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പിന്നെ എന്താണ് അഡീഷണൽ ആയിട്ട് ഇതിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? പക്കയാണ്. 80% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസും ഇൻഷുറൻസ് ഒക്കെ പക്കയാണ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് 555. 5,55,000 രൂപ ചോദിക്കുന്നത് അല്ലേ? അതിൽ 55 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ടോ? 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസും ഉണ്ട്. 3 ഫ്രീ സർവീസും. അടുത്തായിട്ട് നമ്മൾ സ്വിഫ്റ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 2022 മോഡൽ VX ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? വെറും 2,500 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2,500 കിലോമീറ്റർ. വെറും 2,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ചുരുക്കി പറയുകയാണെങ്കിൽ പുതിയ കാർ എടുക്കുന്ന അതേപോലെ എടുക്കാൻ നമുക്ക് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങൾ വരുന്നത്? ഇപ്പോൾ VX ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS, EBD, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയല്ലേ? എല്ലാം പക്കയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടത്? ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഒരു 50,000 ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. 50,000 ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഇതിന് വാറന്റി
കാരണം നമുക്ക് 1 year വാറണ്ടി ഉണ്ട്, 1 year വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാം. സ്വിഫ്റ്റ് കാറുകൾ പഴയ ഫേസും പുതിയ ഫേസും ഒരുപാട് എണ്ണം ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തിയിരുന്നില്ല, ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ നിങ്ങൾക്ക് സ്വിഫ്റ്റ് വേണമെങ്കിൽ ഓൾട്ടോ വേണമെങ്കിൽ ഏത് വാഹനം വേണമെങ്കിലും ഈ ഒരു ഷോറൂമിനെ സമീപിക്കാം. ഇവിടെ 2 നമ്പർ കൊടുത്തോട്ടെ സ്ക്രീനിൽ, 2 നമ്പർ കൊടുക്കുന്നുണ്ട്. സൺഡേ ഓപ്പൺ ആണ്, ബാക്കിയുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് വിളിക്കാം. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം വിളിക്കാണ്ട് ഓഫീസ് ടൈം നോക്കി വിളിക്കുകയാണെങ്കിൽ ഇവർ നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളും തരും. ഇനിയിപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഈ 2 നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ലിസ്റ്റിലുള്ള ഇവരുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് വെച്ച് മനസ്സിലാക്കുക. വരാൻ പറ്റുന്നവർ മാക്സിമം ഷോറൂമിലേക്ക് വരിക.